ധനമന്ത്രി തോമസ് ഐസക്കിന്റെ ജനപ്രിയ ബജറ്റ്. സംസ്ഥാന ധനമന്ത്രി അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിൽ കൊച്ചി ആസ്ഥാനമായ പദ്ധതികൾക്ക് മുൻതൂക്കം. കൊച്ചി മെട്രോ പദ്ധതിക്ക് ബജറ്റിൽ ധനമന്ത്രി പ്രത്യേക തുക വകയിരുത്തി. സ്മാർട്ട് സിറ്റി പദ്ധതി നടപ്പാക്കുമെന്നും സീപോർട്ട് എയർപോർട്ട് റോഡ് പണി പൂർത്തിയാക്കുമെന്നും ധനമന്ത്രി നിയമസഭയിൽ പ്രഖ്യാപിച്ചു. കൊച്ചി മെട്രോയ്ക്ക് 5 കോടി രൂപയാണ് നീക്കിവച്ചിട്ടുള്ളത്. അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് 50 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. 1 ലക്ഷം പേർക്ക് തൊഴിൽ നൽകുന്ന പദ്ധതി ഇൻഫോ പാർക്കിൽ നടപ്പാക്കും. 2 ഘട്ടങ്ങളിലായി നടപ്പാക്കുന്ന പദ്ധതിയുടെ ആദ്യഘട്ടത്തിന് 50 കോടി രൂപ വകയിരുത്തി. കൊച്ചിയിലെ സ്മാർട്ട് സിറ്റി പദ്ധതി നടപ്പാക്കുക തന്നെ ചെയ്യും. ദൗർഭാഗ്യവശാൽ പദ്ധതി അനിശ്ചിതമായി നീളുകയാണ്. കരാറിലില്ലാത്ത അവകാശങ്ങൾ ടീകോം ഉന്നയിച്ചതാണ് ഇതിന് കാരണം. 1 ലക്ഷം പേർക്ക് തൊഴിൽ നൽകാൻ ഒതുക്കുന്ന ഒരു IT പദ്ധതിക്ക് ഇൻഫോ പാർക്ക് മുൻകൈയെടുക്കും. ഇതിനകം 150 ഏക്കർ സ്ഥലം ഈ മാസത്തോടെ 150 ഏക്കർ സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു. വൈറ്റില മൊബിലിറ്റി ടെർമിനലിന് 5 കോടി രൂപ, കൊച്ചി സീപോർട്ട് എയർപോർട്ട് റോഡ് പൂർത്തീകരിക്കാൻ നിർദ്ദേശം എന്നിവയും എറണാകുളത്തിന് ആശ്വാസം പകരുന്നതാണ്. 50,000 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന അതിവേഗ റെയിൽ കോറിഡോർ പദ്ധതി കൊച്ചി പാലക്കാട്, കൊച്ചി കോഴിക്കോട് വ്യവസായ ഇടനാഴി തുടങ്ങിയവയും ദീർഘകാലാടിസ്ഥാനത്തിൽ വ്യാവസായിക നഗരത്തിന് ഗുണം ചെയ്യുന്ന പദ്ധതികളാണ്. ജവഹർലാൽ നെഹ്റു നഗര നവീകരണ പദ്ധതിയിൽപ്പെടുത്തി കൊച്ചിയിൽ ഫെറി സർവീസിന് 40 ബോട്ടുകൾ വാങ്ങും. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഊന്നൽ നൽകുന്ന ബജറ്റിൽ കൊച്ചി സർവകലാശാലയ്ക്ക് 10 കോടിയും പനങ്ങാട് ഫിഷറീസ് കോളേജിന് 1 കോടി രൂപയും ധനമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങൾക്കുള്ള സഹായത്തിൽപ്പെടുത്തി എറണാകുളം ജില്ലയിലെ കെല്ലിന് 30 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്.